അപ്പൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സ്വാഗതം. അതെ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ സന്തോഷം അങ്ങനെ തന്നെ ലാസ്റ്റ് വരെ ഉണ്ടാവുമല്ലോ. അല്ലേ കളയരുത്, കളയരുത്, പണി തന്ന് കളയരുത്. ഇല്ല, നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്റെ കയ്യിൽ. അത് നിങ്ങൾ തടപടയെന്ന് ആൻസർ പറയണം. അപ്പൊ മനസ്സിൽ തോന്നുന്ന ആൻസറുകൾ ഇങ്ങനെ ആദ്യം പറയാം. ആദ്യം നമുക്ക് നിതയുടെ തന്നെ ചോദിച്ചോളാം. ഓക്കെ, ഈ നിതയ്ക്ക് പാർട്ട്ണറിൽ ഇഷ്ടപ്പെടാത്ത 3 ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, റോമി പെട്ടെന്ന് ദേഷ്യപ്പെടും. സ്വാഭാവികം. രണ്ടാമത്തെ, എനിക്ക് എന്ത് ചോദിച്ചാലും അതിനൊരു ക്ലിയർ ആൻസർ ഇല്ല. എന്താണ് ഇഷ്ടം, എന്താണ് ഇതിനൊന്നും ആൻസർ ഇല്ല. നമ്മളെല്ലാം ഊഹിക്കണം. നമ്മളെല്ലാം ഊഹിച്ചങ്ങ് ചെയ്യുവാണ്. മൂന്നാമത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ, അത് ആലോചിക്കേണ്ടി വരും. രണ്ട് ഇഷ്ടമില്ലാത്ത ഷുവർ ആയിട്ടുണ്ട്. മൂന്നാമത്തത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കുറ്റങ്ങളുള്ളൂ. അത് കുഴപ്പമില്ല. ചിലപ്പോ ഇവിടെ പറയാൻ പറ്റാത്ത കാര്യം ആണോ 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 കൂർക്കം വലിയാണോ? കുറുക്കം വലിക്കാറില്ല. ഇല്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്നുള്ള കൺഫ്യൂഷനിലാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും കിച്ചണിൽ നിൽക്കുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യില്ല. ഓ, വെരി ബാഡ് നോട്ടി ബോയ്. എല്ലാ പണിയും ഞാൻ എടുക്കണേ വീട്ടില്. അടിച്ചു വാരി തുടക്കല്, കഴുകല്, എല്ലാം കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വന്നിട്ട് ഞാനിത് മുഴുവൻ ചെയ്ത് ചോറ് വെക്കണം, അത് ഊറ്റണം, വാർക്കണം. പിന്നെ രാത്രി ഞാൻ കിടക്കുമ്പോ 12 മണിയാവും. ഞാൻ വന്ന് കിടക്കുമ്പോഴേക്കും പുള്ളിക്കാരി ഉറങ്ങിയിട്ട് ചോറ് എങ്ങനെ വെക്ക? ചോറ് വെക്കാനായതിന് അരി വേണം, കലം വേണം. എനിക്കറിയാം, എനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഉത്തരത്തിന് ശരിയായിട്ടുള്ള ആൻസർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഞാനാണോ? ആദ്യം എഴുന്നേൽക്കുമ്പോ തന്നെ പ്രാർത്ഥിക്കും. അതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വളരെ ഒരു കുലസ്ത്രീയായ സ്ത്രീയാണ് ഞാൻ. മൈ ഗോഡ്. ഇനി റെഡ് കാർപ്പറ്റിന്റെ ആങ്കറായി ഒരു ക്ഷണം കിട്ടിയാൽ സ്വീകരിക്കുമോ? പിന്നെ എപ്പോ ഇവിടെ ഇരുന്നോ? ഇപ്പൊ വേണ്ട, സമയമാവുമ്പോ ഞാൻ വിളിക്കും, അപ്പൊ വന്നാ മതി. ഞാൻ റെഡി. എനിക്കൊരു 52 വയസ്സാവട്ടെ, എന്നിട്ട് ഞാൻ റിട്ടയർഡ് ചെയ്യുള്ളൂ ഈ കസേര. അപ്പോഴേക്കും 36 വയസ്സാവും. അതിനെന്താ കുഴപ്പം? അതിന് കുഴപ്പമില്ല. അല്ല, അപ്പോഴേക്കും എനിക്ക് 36 ആവുള്ളൂ. 36 ആണോ 63 ആണോ? അല്ല, 36. ഇനി എസ് ഓർ നോ ആയിട്ടാണ്. എസ് ഓർ നോ, പെട്ടെന്ന് പറയണം. പ്രായം കുറച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. യെസ്. ഓക്കെ. സ്വന്തം ഫോണിന്റെ പാസ്വേഡ് പാർട്ട്ണറിനെ അറിയിക്കുമോ? തീർച്ചയായിട്ടും അറിയാം. യെസ്, അറിയാം അല്ലേ? ഓക്കെ, സൂപ്പർ. അപ്പൊ വളരെ ഗംഭീരമായിട്ട് ഈ റൗണ്ട് നിത കഴിഞ്ഞോ? പാസ്വേഡ് അറിയാലോ അല്ലേ? അറിയാലോ അല്ലേ? പിന്നെ മറക്കാൻ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനു പേടി അല്ലേ? പാസ്വേഡ് കൊടുക്കുന്നത് എന്താ കുഴപ്പം? അതുമല്ല, സമാധാനമായ കുടുംബജീവിതത്തിന് അതൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് റോമിയോടുള്ള ചേട്ടനോട് ക്വസ്റ്റ്യൻ ആണ്. പെൺകുട്ടികൾ വേണം, കുഞ്ഞുങ്ങളായിട്ട് പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ. ആക്ടിങ് ഒഴികെ താഴെ പറയുന്ന ആക്ടേഴ്സ് ഏത് പ്രൊഫഷണൽ ചെയ്താലായിരിക്കും നല്ലത്, അവർക്ക് സ്യൂട്ട് ആവുന്നത് കേട്ടോ? ഫസ്റ്റ് മോഹൻലാൽ, അദ്ദേഹം ആക്ടർ അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷൻ അദ്ദേഹത്തിന് ചേരും? ഒരു നല്ലൊരു ഹോട്ടൽ ബിസിനസ്, ഒരു അങ്ങനത്തെ ഒരു ബിസിനസ്. ഇന്നസെന്റ് അങ്കിൾ, തീപ്പെട്ടി കമ്പനി സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ തീപ്പെട്ടി കമ്പനി. ഫഹദ് ഫാസിൽ ഒരു പ്രൊഫസറായിട്ട് വന്നേനെ. പ്രൊഫസർ. പൃഥ്വിരാജ് ഒരു ഫൈറ്റ് മാസ്റ്റർ, മറ്റേ കരാട്ടെ, കുങ്ഫു അങ്ങനെയൊക്കെ. ഓക്കെ, സൂപ്പർ. ഇനി സ്നേഹം തോന്നുമ്പോൾ ഭാര്യയെ വിളിക്കുന്ന പേര്? ഓന്തുമൊറി. അപ്പൊ സ്നേഹം തോന്നുമ്പോ ഓന്തുമോറി എന്നാണെങ്കിൽ അപ്പൊ ദേഷ്യം വരുമ്പോ എന്ത് ഇതായിരിക്കും? ദേഷ്യം വരുമ്പോ മിണ്ടില്ല, ദേഷ്യം വരുമ്പോ നിതാ, ഓന്തുമോറി. ഇനി അടുത്തത് വീണ്ടും ചേട്ടൻ എസ് ഓർ നോ പറയണം. ഓക്കെ. കല്യാണം കഴിച്ചത് ഒരു മണ്ടത്തരമാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നോ. നരേന്ദ്രമോദിയാണ് നമ്മുടെ രാഷ്ട്രപതി? നോ. സത്യം ആണോ? നോ ആണ് എന്റെ ആൻസർ. ആണോ? ശരി. ഭാര്യയുടെ പേര് ചേഞ്ച് ചെയ്യണമെന്ന് ഒരു ചാൻസ് കിട്ടിയാൽ ഏത് പേരായിരിക്കും ചൂസ് ചെയ്യാ? ഓന്തുമോറി. മിസ്സിസ് ഓന്തുമോറി അല്ലേ? ഓന്തുമോറി പ്രോമി. വാ, ഗംഭീരം. അടിപൊളി. പക്ഷെ രണ്ടുപേരും രസകരമായിട്ട് ഈ ഒരു സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്തു. അതായത് മനസ്സിൽ തോന്നിയ ആൻസർ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, ഒട്ടും അതിൽ കള്ളത്തരം ഉണ്ടായിരുന്നില്ല. സൂപ്പർ. ഇനി നിങ്ങൾ രണ്ടുപേരും ചെന്നിട്ടൊരു പാട്ട് പാടുവോ, ആദ്യം ഒറ്റയ്ക്ക് പാടുവോ, എങ്ങനെയാണ്? ഞാൻ നേരത്തെ ചെയ്തല്ലേ. പാടണോ? യാ,
എനിക്ക് വേണ്ടി നേരത്തെ ഞാൻ പാടി ആ ഫീൽ ഇട്ട് പാടണം കേട്ടോ. അതെ, സംഗതി ആ സംഗതി റോമിയോ പോലെ emotion അത്ര ഒക്കെ വരണം. ഞാൻ കുറച്ച് മെലഡിയുടെ ആളാണ്. അതെങ്ങനെ പറയോ എന്റെ ഓന്തുമോറി എനിക്ക് വേണ്ടി ഒരു പാട്ട്? അയ്യോ ആരും പറയും അത് നീ രജിസ്റ്റേർഡ് ആയി പോകും ദൈവമേ. അവസാനം നാട്ടിലിറങ്ങുമ്പോൾ ആൾക്കാർക്ക് അതെന്റെ പ്രൈവറ്റ് പേരാണ്. അതെ, അത് വേറെ ആരെങ്കിലും വിളിച്ചാ ആരും വിളിക്കരുത്, അതെന്റെ പ്രൈവറ്റ് പേരാണ്. റോമിച്ചയുടെ സ്വഭാവം അങ്ങ് മാറും. അത് പെട്ടു, ഞാൻ വേണ്ടായിരുന്നു ദൈവമേ.